അപ്പോൾ ഏതായാലും നമ്മൾ വീട്ടിൽ നിന്നും മെല്ലെ ഇറങ്ങി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഇത് എൻ്റെ വീടല്ല, നമ്മുടെ പ്രിയ സുഹൃത്തിൻ്റെ വീടാണ്. അപ്പോൾ ഞാനും നമ്മുടെ ഉസ്താദും പിന്നെ നമ്മുടെ 2 സുഹൃത്തുക്കളും ഞങ്ങൾ 4 പേരാണുള്ളത്. ഒരുപാട് ദൂരമൊന്നുമില്ല, വളരെ കുറഞ്ഞ ദൂരമുള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ യാത്ര ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഏതായാലും വളരെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണാം. നിങ്ങൾ പക്ഷേ ഈ ഒരു ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒന്ന് ആഗ്രഹിച്ചിട്ട് പോലും ഉണ്ടാവില്ല ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത്. പലരുടെയും ജീവിതം അങ്ങനെയായിരിക്കും. അപ്പോൾ നമ്മുടെ ഉസ്താദ് ഇതിൻ്റെ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിവരിച്ച് തരുന്നതാണ്. അപ്പോൾ ഏതായാലും നമ്മൾ കുറച്ച് മുന്നോട്ട് പോകണം. അപ്പോൾ അവിടെ നിന്നായിരിക്കും നമ്മൾ വീഡിയോ തുടങ്ങുന്നത്. അവിടുത്തെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ വിശദമായിട്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എടുക്കുന്നതായിരിക്കും. നിങ്ങൾക്കൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവം തന്നെയായിരിക്കും ഈ ഒരു വീഡിയോയിലൂടെ ലഭിക്കുന്നത്. നിങ്ങളിതുവരെ ഒന്ന് കേട്ടിട്ട് പോലും ഇല്ലാത്ത ഒരു ചെറിയൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രകൃതിയൊക്കെ ഒരു ഇണയുമായി ബന്ധപ്പെട്ടുള്ള ചെറിയൊരു സംഭവമാണ്. അപ്പോൾ ഞാൻ എന്താണ് ഇങ്ങനെ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അതൊരു സർപ്രൈസാണ്. അതിങ്ങനെ അറിയിക്കേണ്ട, അവിടെ എത്തിയിട്ട് നേരിട്ട് കാണാം എന്നുള്ള നിലക്കാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. കാരണം എനിക്കൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ്. മനസ്സിൽ ഭയങ്കര ഒരു ഇതാണ്. കാരണം ഞാനും കണ്ടിട്ടില്ല. പക്ഷേ നമ്മുടെ കൂടെ വന്നിട്ടുള്ള ഇവരൊക്കെ ഒരു തവണ പോയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഏതായാലും നമുക്ക് കൂടുതലായിട്ട് പറയുന്നില്ല. ഏതായാലും നമ്മൾ അങ്ങോട്ട് പോവാണ്. ഓക്കെ, ഏതായാലും നമ്മൾ നേരിട്ട് അവിടേക്ക് പോകാം. അപ്പോൾ നമ്മൾക്ക് ഏതായാലും പോയേക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞങ്ങളിന്ന് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിൽ നിന്നൊരു 5-6 കിലോമീറ്റർ പെരിന്തൽമണ്ണ റോഡിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ എത്തുന്നൊരു സുന്ദരമായൊരു ചെറിയ പള്ളി. ആ പള്ളിയിലേക്കാണ് ഇന്ന് യാത്ര. അവിടെ മക്ബറകളോ മറ്റു സിയാറത്ത് കേന്ദ്രങ്ങളോ ഒന്നുമില്ലെങ്കിലും 1904 നിർമ്മിക്കപ്പെട്ട പള്ളിയാണത്. കേരളത്തിലെ മലബാറിലെ മക്ക എന്നറിയപ്പെടുന്ന സ്ഥലമായ പൊന്നാനി. ആ പൊന്നാനി പള്ളിയുടെ മാതൃകയിലാണ് ഈ ചെറിയ പള്ളി നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ പള്ളി നല്ലൊരു സുന്ദരമായൊരു പള്ളിയാണ്. അവിടെ ചെന്നാൽ കാണാം ഒരു പാടത്ത് തൊട്ടപ്പുറത്ത് പള്ളിയോട് ചാരിയിട്ട് നല്ല സുന്ദരമായ തോട്, പാടം, റോഡ്, അങ്ങനെ ഒരുപാട് സുന്ദരമായ ചില സ്ഥലങ്ങളൊക്കെ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് നമ്മുടെ യാത്ര ഇന്ന് ആ കൊച്ചു പള്ളിയിലേക്കാണ്. നമുക്ക് യാത്ര തുടരാം. അപ്പോൾ നമ്മളേതായാലും അങ്ങോട്ടുള്ള പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ കുറഞ്ഞ ദൂരം മാത്രമേ അങ്ങോട്ടുള്ളൂ. അപ്പോൾ എന്തായിരിക്കും എന്ന് നേരത്തെ നിങ്ങൾ കേട്ടതുപോലെ ചെറിയൊരു പള്ളിയാണ്. അപ്പോൾ ഈ ഒരു പാടത്തിൻ്റെ അടുത്താണ്. നമുക്ക് ഭയങ്കര ഫീലിംഗ് ആയിട്ട് തോന്നുന്ന നല്ലൊരു പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇതിൻ്റെ തൊട്ടപ്പുറത്താണ്. അപ്പോൾ ഇതിൻ്റെ വണ്ടി നിർത്താനുള്ള ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട്, തിരിക്കാനുള്ള ചെറിയൊരു അസൗകര്യം ഉള്ളത് കൊണ്ടും ഞങ്ങൾ കുറച്ച് മുന്നോട്ടെടുത്തിട്ട് പിന്നെ ഇങ്ങോട്ട് തിരിച്ച് വരാം എന്നാണ് കരുതിയത്. അപ്പോൾ ഏതായാലും നമ്മൾ കുറച്ച് മുന്നോട്ട് എടുത്തിട്ട് പിന്നെ ഇങ്ങോട്ട് തിരിച്ച് വരാം. അപ്പോൾ അവിടെ പരസ്യ ബോർഡൊക്കെ കാണുന്നുണ്ട്. അതൊന്നും ആരും ശ്രദ്ധിക്കേണ്ട, അതൊക്കെ പോകുന്ന വീഡിയോയിൽ ഉൾപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏതായാലും നമുക്ക് ഒന്ന് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരാം. അപ്പോൾ ഇനി ഏതായാലും ഇങ്ങോട്ട് തിരിച്ച് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പാടത്താണ് നമ്മൾ പള്ളി ഇരിക്കുന്നത്. ചെറിയൊരു മനോഹരമായിട്ടുള്ള ഒരുപാട് മുമ്പ് നിർമ്മിച്ചിട്ടുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ചെറിയൊരു പള്ളിയാണ്. ഭയങ്കര രസമാണ് അതൊക്കെ കാണാനൊക്കെ. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങളെല്ലാവരും ഇത് വഴിയൊക്കെ വരുന്ന സമയത്ത്, ഈ ഒരു കോവിഡ് കാലമൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു വഴിയൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു പള്ളി ഒന്ന് ഇറങ്ങിയിട്ടൊന്ന് കാണാനും ഇവിടെ ഒന്ന് നിസ്കരിക്കാനും ശ്രമിക്കുക. ഇവിടെ ഭയങ്കര ഇതാണ്. ഇവിടെ ചുറ്റുമുള്ള സ്ഥലങ്ങളും ഒക്കെ കാണാനും ഭയങ്കര ഫീലിംഗ് ആണ്, ഭയങ്കര രസമാണ്. അപ്പോൾ എന്തായാലും ഞങ്ങളിവിടെ ഇങ്ങോട്ട് ഇറങ്ങി. അപ്പോൾ നമ്മളെല്ലാവരും 3 കൂട്ടുകാരുണ്ട്. അപ്പോൾ ഇനി ഇങ്ങോട്ട് മുന്നോട്ട് നടന്നിട്ട് ഇനി ഏതായാലും നമുക്ക് എന്താണ് ഇവിടെ ഉള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും നമ്മുടെ പ്രിയ ഉസ്താദൊക്കെ ഇവിടെ മുന്നേ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പള്ളിയുടെ ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഉണ്ടോ ഇത് ഭംഗിയാണ് ഇവിടെ ഇങ്ങനെ നോക്കാനായിട്ട്. വളരെ രസകരമായിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഉൾപ്പെടുത്താനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ പ്രിയ കൂട്ടുകാരൊക്കെ കൂടെയുണ്ട്. അപ്പോൾ ഇതാണ് ഈ നമ്മുടെ പള്ളി. അപ്പോൾ ഏതായാലും നമുക്ക് ഉള്ളിലോട്ട് പോയിനോ. അപ്പോൾ ഇതാണ് ആ ഒരു പള്ളി. അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള, നിങ്ങൾ ഇപ്പോഴത്തെ പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനത്തെ ഒരു പള്ളി നിങ്ങൾ ഒരു കാരണവശാൽ നിങ്ങൾ കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ അനുഭവം തന്നെ പറയാം. ഒരുപാട് യാത്രകളൊക്കെ നമ്മളെല്ലാവരും ചെയ്യുന്നവരാണ്. പക്ഷേ ഇതുപോലെയുള്ള ഒരു പള്ളി ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയും. കാരണം ഇത്രയും കാലത്തിൻ്റെ കുറേ മുമ്പൊക്കെ, കാരണം ഒരുപാട് ചെറുപ്പത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നെനിക്ക്. കാരണം അന്നൊക്കെ നമ്മൾ ഈ ഒരു കാലഘട്ടം ഇങ്ങനെ അതിക്രമിച്ചിങ്ങനെ വന്നിട്ടില്ലല്ലോ. അപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിലാവുന്ന സമയത്ത് തന്നെ വളരെ വ്യത്യസ്തമാണ് ഇതിൻ്റെ നിർമ്മാണവും
കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമുക്കിങ്ങനെ കണ്ടാൽ തന്നെ മനസ്സിലാകും. ചുറ്റും പാടങ്ങളൊക്കെ ആയിട്ട് ഒരു പഴയ രീതിയിൽ തന്നെ ആ ഒരു ഇത് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇതിൻ്റെ നിർമ്മാണ രീതിയൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. അതിൻ്റെ സൈഡൊക്കെ ചെറിയൊരു മതിലൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ രസകരമായിട്ടുള്ള ഒരു പള്ളി തന്നെയാണ്. നമുക്ക് നേരിട്ട് കണ്ടാൽ തന്നെയാണ് ഇതിൻ്റെ ആ ഒരു ഫീലിംഗ് നമുക്ക് മനസ്സിലാവുള്ളൂ. കാരണം നമ്മൾ പലപ്പോഴും ഇങ്ങനത്തെ അതൊക്കെ കണ്ടിരിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നമ്മൾ പ്രിയ കൂട്ടുകാരെല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മളേതായാലും ഇനി നിസ്കരിച്ചിട്ട് ആയിരിക്കാം ഇനി ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഏതായാലും ഞങ്ങൾ നിസ്കരിച്ചിട്ട് ഒന്ന് കാണാം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നേരത്തെ പറഞ്ഞതുപോലെ നാം ആ പള്ളിയിലെത്തി. ഉദ്ഘാടനയിലെ പഴയൊരു പള്ളിയാണ്. 1904 നിർമ്മിക്കപ്പെട്ട പള്ളിയാണ്. ഇൻഷാ അല്ലാഹ് ഇതിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ മരത്തിൻ്റെ മുകളിലായിട്ട് അതിൻ്റെ ഡേറ്റൊക്കെ അക്കാലഘട്ടത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ പള്ളിയിൽ ഈ നാട്ടുകാരനായ ഹസൻ മുസ്ലിയാർ എന്ന് പറയുന്നൊരു വലിയ സൂഫി ഏത് സമയവും ഇബാദത്തിൽ ഏർപ്പെട്ടിരുന്നൊരു പള്ളിയാണിത്. അതുകൊണ്ട് തന്നെ ചില ആളുകൾ ഹസൻ മുസ്ലിയാരെ പള്ളി എന്നൊക്കെ ഇവിടെ പറയാറുണ്ട്. മഹാൻ്റെ ഖബർ അത് മഹല്ലി പള്ളിയിലാണ് മറമാടിയിട്ടുള്ളത്. ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി ആളുകൾ അദ്ദേഹത്തെ സമീപിക്കാൻ വരാറുണ്ട്. പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അദ്ദേഹം അതിനുടനടി പരിഹാരവും കൊടുക്കാറുണ്ട്. അത്രയും വലിയൊരു മഹാനായിരുന്നു ഹസൻ മുസ്ലിയാർ. ഇൻഷാ അല്ലാഹ് ഹസൻ മുസ്ലിയാർ ഈ ഭാഗത്തിൽ നിന്ന് പള്ളിയാണിത്. അതിന് വെറും ഒരുപാട് വർഷങ്ങൾക്ക് പഴക്കമുണ്ട്. പൊന്നാനി പള്ളിയുടെ മാതൃകയിലാണ് ഇതിൻ്റെ ഫ്രണ്ടൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സുന്ദരമായ തോട് പള്ളിയോട് ചാരിയിട്ട് ഒഴുകുന്നുണ്ട്, പാടം. അതൊക്കെ ഈ പള്ളിയുടെ സൗന്ദര്യത്തെ ഒന്നുകൂടെ മാറ്റിക്കൂട്ടുന്നുണ്ട് എന്ന് നമുക്ക് വളരെ വ്യക്തമായി അറിയാം. ഇൻഷാ അല്ലാഹ് വളാഞ്ചേരിയിൽ നിന്ന് പെരിന്തൽമണ്ണയിലേക്ക് പോകുമ്പോൾ തുക്കാട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് വലതുഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ സുന്ദരമായി സ്ഥലം കാണാൻ കഴിയും. ഇത് ഒരു മക്ബറയോ അതല്ലെങ്കിൽ മറ്റൊന്നും ഇവിടെ ഇല്ല. മറിച്ച് ഈ പള്ളിയുടെ ഒരു സൗന്ദര്യം പഴമയെ ഓർമ്മിപ്പിക്കുന്നു ഈ പള്ളി എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ കാണാനും അതുപോലെ തന്നെ ഒരുപാട് നന്മകൾ ചെയ്യാനൊക്കെ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതാണ് ആ ഒരു പള്ളിയുടെ ഒരു ചുറ്റുമുള്ള ഞാൻ പറഞ്ഞിട്ടുള്ള ചെറിയൊരു അരുവി, ഒരു തോട് എന്നൊക്കെ പറയുന്ന ഒരു വെള്ളച്ചാട്ടം രൂപത്തിലൊക്കെ ഉള്ളൊരു ഫീലിംഗ് ഉള്ള എന്ന് നോക്കിക്കുക. എന്ത് ഭംഗിയാണ് ഇവിടെ കാണാൻ. ഇതൊക്കെ നമ്മൾ നേരിട്ട് ആസ്വദിക്കുക എന്നുള്ളതുമാണ് ഭയങ്കര ഫീലിംഗ് ആണ് നമ്മുടെ മനസ്സിനകത്തൊക്കെ. അപ്പോൾ ഈ ഒരു പ്രത്യേകിച്ച് ഒരു പള്ളിയുടെ അകത്തൊക്കെ സാധാരണഗതിയിൽ ഇങ്ങനെയൊന്നും നമ്മൾ കാണാറില്ല. അതുണ്ടോ ഒരു ചെറിയൊരു ഇതിങ്ങനെ ഒഴുകി ഇങ്ങനെ വന്നിട്ട് വെള്ളം ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ചെറിയൊരു നല്ല രസകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. കാരണം അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് കരുതിയത്. കാരണം നല്ല രസമാണ് ഇങ്ങനത്തെ ഈ ഒരു കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട്. വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ് നമുക്ക് ഇങ്ങനത്തെ ഓരോരോ സംഭവങ്ങളൊക്കെ നമുക്ക് കാണുന്നത്. അപ്പോൾ നമ്മളെ ഒരുമിച്ചുള്ള ആളുകളൊക്കെ നമ്മളേതായാലും ഒന്നു കൊടുത്ത് നിസ്കരിക്കാനുള്ള ചെറിയൊരു പരിപാടിയിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇതാണ് നമ്മുടെ പള്ളിയുടെ ഉള്ളിൽ ചെറിയൊരു പഴയ കാലത്തെ ഒരു ചെറിയൊരു സംഭവം. ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ പള്ളികളില്ല, ഉണ്ടായിരിക്കാം, പക്ഷേ നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഞാൻ കണ്ടെടുത്തോളം ഇങ്ങനത്തെ പള്ളികളില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കണ്ടതിൻ്റെ ഉള്ളിലൊക്കെ മുകളിലായിട്ടൊക്കെ സാധാ പോലെ ഒരു ഓടും ആ കൊക്കോലൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു അതിലൊക്കെ നമുക്ക് ഭയങ്കര രസമാണ് ഇതൊക്കെ കാണുക. ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ ഒരുപാട് പഴമകളിലേക്കുള്ള ഒരു ഓർമ്മകളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഏതായാലും നമ്മൾ ഈ ഒരു ഉള്ളിലേക്ക് അത് വെളിച്ചമില്ലാത്തത് കൊണ്ട് ഒരു ഇരുട്ടമായിട്ട് നമുക്ക് തോന്നിയേക്കാം. ഉള്ളിലത്തെ വിഷ്വലുകൾ നമുക്ക് കൂടുതലായിട്ടും നമുക്കൊന്നും ഉൾപ്പെടുത്താൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ ഏതായാലും നമ്മൾ ഉള്ളിലത്തെ നിങ്ങൾ കണ്ടല്ലോ. ഇവിടെ നോക്കിയാൽ കാണാം പഴയ കാലത്തുള്ള മരമാണ്. ഈ മരത്തിൻ്റെ മുകളിൽ മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് മാസം 29/4/1904 വെള്ളിയാഴ്ച. അതുപോലെ തന്നെ ഈ തോണിൻ്റെ മുകളിൽ ഹിജറ വർഷം 12/2/1322 യൗമുൽ ജുമാ വെള്ളിയാഴ്ച എന്ന് വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ ദിവസം ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ ഇതൊക്കെ പഴയ കാലത്തുള്ള ആ മരം തന്നെയാണ്, വർഷങ്ങൾക്ക് മുമ്പുള്ള. ഈ പള്ളിയുടെ ഉൾഭാഗമൊക്കെ നമ്മൾ കണ്ടു. പഴയ കാലത്തുള്ള പഴമയെ ഓർമ്മിപ്പിക്കുന്ന രൂപത്തിലാണ് ഇതിൻ്റെ ഉൾവശമൊക്കെ. അതും ഇന്ന് വരെ ഒരു മാറ്റവുമില്ലാതെ പഴയ പോലെ തന്നെ നിലനിർത്തിയിരിക്കുന്നു. അപ്പോൾ ഇതാണ് ആ ഒരു പള്ളിയുടെ ഉള്ളിൽ ചെറിയൊരു കുഞ്ഞൻ പള്ളി കണ്ടോ. അത് ഈ ഒരു കയറി വരുന്നതോടെ തന്നെ ഒരു ചെറിയൊരു തുണ്ടൊക്കെ പഴയ രൂപത്തിലൊരു കാവ്യമുണ്ടൊക്കെ തേച്ചപ്പെടുന്ന ഒരു മരം. ഇപ്പോൾ ഇങ്ങനത്തെ പള്ളികളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടോ എന്നതുപോലെ നമുക്ക് സംശയമാണ്. കാരണം എല്ലാതും പുതിയ അവസ്ഥയായി. കാരണം ഇപ്പോഴത്തെ ഒരു കാലഘട്ടം അതാണല്ലോ. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ ഒരു പള്ളി ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമാണ്. നിങ്ങളിൽ പല ആളുകൾ കണ്ടിട്ടുണ്ടാവാം. ഒരു പക്ഷേ കാണാത്തവർക്ക് വേണ്ടി ഈ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നു. കാരണം നിങ്ങൾക്ക് ഈ ഒരു വഴി വരുന്ന സമയത്ത് ഈ ഒരു പള്ളിയിൽ നിന്ന് ഇറങ്ങി കാണാനായിട്ട് ശ്രമിക്കുക. എന്ത് ഭംഗിയായിട്ടാണ് ഒക്കെ
ഒക്കെ പഴയ രൂപത്തിൽ ആ ഒരു ഓടും കൈക്കോലൊക്കെ വെച്ചിട്ട് ഈ ഒരു മരം കൊണ്ടുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഈ ഒരു പള്ളി ഏറ്റവും കൂടുതൽ ഭംഗിയാക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചുറ്റുമുള്ള ചെറിയൊരു തോട് പോലത്തെ ഉണ്ടോ, ഈ ഒരു വെള്ളം കുത്തി ഒലിച്ച് വരുന്ന ഒരു സംഭവത്തിൽ ഇങ്ങനെ ചെറിയൊരു ഇത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഭയങ്കര ഫീലിംഗ് ആണ്. ഇപ്പോൾ ഒരു വെള്ളം കുറച്ച് കുറവാണെന്നൊക്കെ പറഞ്ഞത്, കുറച്ചുകൂടിയൊക്കെ വെള്ളം ഉണ്ടാവാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് ഭംഗി കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്നാൽ പോലും ഇത്തിരി വെള്ളം കുറവാണ് ഇവിടെ. അപ്പോൾ അതിൻ്റെ ചുറ്റുമായിട്ട് നല്ല നെൽപ്പാടങ്ങളും നല്ല ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ്. പിന്നെ അവിടെ കുറേ പരസ്യത്തിൻ്റെ ബോർഡൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും അതൊന്നും നമ്മൾ കാര്യമാക്കുന്നില്ല. ഓക്കെ, അവതയുണ്ട് ഇങ്ങനെ ചെറിയൊരു മതിലൊക്കെ ഇട്ടിട്ട്. അപ്പോൾ നമ്മൾ ഏതായാലും നമ്മൾ ഇവിടെ നിന്ന് പോരുകയാണ്. അപ്പോൾ നമ്മൾ ഇതുണ്ടോ ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ചെറിയൊരു മേൽക്കൂര പോലത്തെ ഈ ഒരു സംഭവമൊക്കെ ഉണ്ടാക്കി വെച്ചത്. അതൊക്കെ ഒരു പഴയ രൂപത്തിലുള്ള ഒരു പള്ളിയാണ്. വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമേ ഇവിടെ നിസ്കരിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ കോവിഡ് ആയത് കാരണം ഇപ്പോൾ നിസ്കാരമില്ല, ബാങ്ക് കൂടി മാത്രമുണ്ട് എന്നാണ് പറഞ്ഞത്. എന്നിരുന്നാൽ പോലും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവം തന്നെയായിരുന്നു. നിങ്ങൾക്ക് ഈ റൂട്ടിലൂടെ വരുന്ന സമയത്തൊക്കെ ഈ ഒരു കാഴ്ചയൊക്കെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കണ്ടോ ഇതിൻ്റെ നമ്മൾ പള്ളിയുടെ ബാക്ക് സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ ഒന്നും കൂടിയൊക്കെ വിശാലമായിട്ട് ഈ ഒരു വെള്ളം കുത്തി ഒലിച്ചിങ്ങനെ വരുന്നത് നമുക്ക് കാണാൻ ഭയങ്കര രസമാണ്. ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും അതൊക്കെ ഭയങ്കര ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ്. പിന്നെ ഇതുണ്ട് ഈ ഒരു പള്ളിയുടെ മുകളിലായിട്ട് ഒരു ചെറിയൊരു ഈ ഒരു സംഭവം, ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, ഫോട്ടോ ചെയ്തിരുന്നതാവും. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇതിൻ്റെ സൈഡൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു പുല്ലൊക്കെ വെച്ചിട്ട് ചെറിയൊരു മതിലൊക്കെ ആയിട്ട് വ്യത്യസ്തമായിട്ടുള്ള അനുഭവമാണ്. കൂടുതലായിട്ടും പറയുന്നില്ല. വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായം വീഡിയോക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾ ഈ ഒരു വീഡിയോ സ്ഥലത്തേക്ക് തീർച്ചയായിട്ടും വരണമെന്ന് ഞാൻ പറയുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.